പോലീസ് ഉദ്യോഗസ്ഥരുടെ നായ വളർത്തലിൽ പൊറുതിമുട്ടിയ തിരുവനന്തപുരം ചെങ്കോട്ടുകോണത്തെ നാട്ടുകാർക്ക് ആശ്വാസമാവുകയാണ്. നായകളെ മാറ്റുമെന്നാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ വി രാജേഷിന്റെ ഉറപ്പ്. മാതൃഭൂമി ന്യൂസ് പുറത്തുകൊണ്ടുവന്ന മനുഷ്യാവകാശ നിഷേധത്തിന്റെ വാർത്തയിലാണ് സർക്കാരിന്റെയും അധികാരികളുടെയും ഇടപെടൽ. തെരുവുനായകളെ പാർപ്പിച്ചിരിക്കുന്ന ഒരു ഷെൽട്ടറിലെ കാഴ്ച അല്ലിത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ജനവാസ മേഖലയിലാണ് നാട്ടുകാർക്കെല്ലാം ബുദ്ധിമുട്ട് ആയ ഈ കാഴ്ചയുള്ളത്. ഈ വീട്ടിൽ ഏതാണ്ട് 50ഓളം നായ്ക്കളുണ്ട്. തെരുവ് നായ്ക്കളാണ്. കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥയാണ് ഈ നായ്ക്കളെ ഈ വീട്ടിൽ കൊണ്ട് പാർപ്പിച്ചിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഒരു 6 മണി കഴിഞ്ഞ ഈ പട്ടികളെല്ലാം പുറത്തേക്കാണ്. അപ്പം എനിക്ക് 10 വയസ്സുള്ളൊരു മോനും ഉണ്ട്. എനിക്ക് വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, വീട്ടിൻ്റെ ഉള്ളിലേക്കും കയറാൻ പറ്റില്ല. ഒരു 6 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിവിടെ കംപ്ലീറ്റ്ലി ഐസൊലേറ്റ്. അതാണ് ഒരു ഒറ്റപ്പെട്ട അവസ്ഥയാണ്. അതെ, വർഷങ്ങൾ നീണ്ട പ്രശ്നത്തിനാണ് മാതൃഭൂമി ന്യൂസിന്റെ വാർത്ത പരിഹാരമായത്. അടിയന്തര യോഗം ചേർന്ന് പ്രശ്നപരിഹാരം ഉണ്ടാക്കുമെന്ന് മേയർ വി രാജേഷ് വ്യക്തമാക്കി. ആ നായ്ക്കളെ അത്രയും അവരിപ്പോൾ സംരക്ഷിച്ചു പോവുകയാണ്. അതിൽ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അതിനെ തെരുവിലേക്ക് ഒറ്റയടിക്ക് തുറന്നു വിട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ ആക്രമണകാരികളായി മാറും. അതുകൊണ്ട് തന്നെ അതിനെ വാക്സിനേറ്റ് ചെയ്യണം, അതിനെ ABC ചെയ്യണം. ജനുവരി മാസം 30-ന് മുൻപ് തിരുവനന്തപുരം കോർപ്പറേഷൻ തെരുവുനായ്ക്കളെ ഷെൽട്ടറിലാക്കുന്നതിനുള്ള ആദ്യത്തെ നടപടി സ്വീകരിച്ചിരിക്കും. അതോടൊപ്പം തന്നെ ഈ വിഷയം അന്വേഷിച്ചിട്ട് ഇതും പരിഹരിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം ഞങ്ങൾ നടത്തും. നാട്ടുകാർക്ക് ബുദ്ധിമുട്ടായ നായകളെ മാറ്റാൻ തയ്യാറെന്ന് ഉടമയും പോലീസ് ഉദ്യോഗസ്ഥയുമായ മെറ്റിൽഡയും പറഞ്ഞു. എനിക്കും അറിയാം, എന്റെ ഈ വീട്ടിൽ നിൽക്കുന്ന പട്ടികൾ കാരണം എന്റെ അയൽവാസികൾക്ക് ബുദ്ധിമുട്ടാണെന്ന് എനിക്കും പൂർണ്ണ ബോധ്യമുണ്ട്. എന്റെ പട്ടികളെ വന്ധ്യീകരണം ചെയ്ത് വാക്സിനേഷൻ എടുത്ത് നഗരസഭ വഴി സന്നദ്ധ സംഘടനകളെ ഏൽപ്പിച്ച് ഒരു ഷെൽട്ടർ ഹോമിലേക്ക് പാർപ്പിക്കാൻ എനിക്ക് പൂർണ്ണ സമ്മതമാണെന്ന് ഞാനൊരു റിട്ടേൺ അപേക്ഷ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത്രയും നായകളെ ഒന്നിച്ച് പാർപ്പിച്ചതിനും ലൈസൻസ് എടുക്കാത്തതിനും മെറ്റിൽഡ നിയമ നടപടി നേരിടേണ്ടി വരും. പഴയ പരാതികളും രേഖകളും പരിശോധിച്ച് നടപടിയെടുക്കാനാണ് കോർപ്പറേഷന്റെ തീരുമാനം. AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.